പാലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്റെ പ്രതികരണം ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുന്നെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തന്റെ ലീഡർ ജോസ് കെ മാണിയാണെന്നും കേരള കോൺഗ്രസിനുള്ളിൽ വിള്ളലുണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും റോഷി അഗസ്റ്റിൻ 24-നോട് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനായി അംഗീകരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ പാർട്ടി നേതൃത്വത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ അകത്തൊരു വിള്ളലുണ്ടാക്കാനോ ഞങ്ങളെ തന്നെ സ്പ്ലിറ്റ് ചെയ്യിക്കാനോ ഞങ്ങളുടെ ആശയങ്ങളെ തമ്മിൽ മാറ്റി നിർത്താനോ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരള രാഷ്ട്രീയത്തിലില്ല. അപ്പം അദ്ദേഹം മത്സരിക്കണം, വിജയിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരും ഞങ്ങളെപ്പോലൊരു കേരള കോൺഗ്രസ്സുകാരുമില്ല. അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കും എന്ന് ചെയർമാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും തല സംശയങ്ങളോ ഇടകളോ എവിടെയെങ്കിലും പാർട്ടി പ്രവർത്തകരിലോ പൊതുജനങ്ങളിലോ സമൂഹത്തിലോ മാധ്യമത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നുണ്ടായത് വിഡ്രോ ചെയ്യണം. ഞാൻ സതുദ്ദേശത്തെ മാത്രം ലക്ഷ്യം വെച്ച് പറഞ്ഞതാണ്. എക്കാലത്തൊക്കെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് 100% ഉറപ്പുണ്ട് അദ്ദേഹം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സീറ്റിൽ നിന്നാലും ജയിക്കും. കേരള കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അദ്ദേഹവുമായി ആലോചിച്ച് അദ്ദേഹം മത്സരിക്കുന്ന ഏത് സീറ്റിലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു വരും. 24-നോടുള്ള റോഷിയുടെ പ്രതികരണം ചൂണ്ടിക്കാട്ടിയ ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയെന്ന് പറഞ്ഞു. റോഷി അഗസ്റ്റിൻ അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ലെന്നും സഹോദരതുല്യ ബന്ധമാണ് തനിക്കുള്ളതെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. സതുദ്ദേശത്തോടുകൂടിയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സുഖിച്ചു അദ്ദേഹം പറഞ്ഞപ്പോൾ. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങനെ പറയാമോ, അങ്ങനെ ചെയർമാനില്ലേ? അത് പാർട്ടിയാണ്. അദ്ദേഹം ഇന്നും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ തന്നെ എടുത്ത് പറയുമ്പോൾ പരിമിതിയില്ല. അത് ഞാൻ മത്സരിക്കാം, ആരെങ്കിലും പറഞ്ഞാൽ മത്സരിക്കും, ഞാൻ പറഞ്ഞാൽ മത്സരിക്കുകയിലാണ്, പാർട്ടി തീരുമാനിക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏറ്റവും പ്രധാനമായും ഒരു കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്ലേ ചെയ്യുന്നത്. ഒരിക്കലും അച്ഛൻ കേൾക്കണമെന്നല്ല, സ്വാതന്ത്ര്യമില്ല ഒരു MLA പറയാൻ, ജനത്തിന് പറയാൻ, ജില്ലാ പ്രസിഡന്റ് പറയാൻ സ്വാതന്ത്ര്യമുള്ളൂ. മൈക്ക് ഒരിക്കലും തട്ടിപ്പറിച്ചില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കിക്കും, ഞാൻ ചുമ്മാ നോക്കി തട്ടിപ്പറിച്ചു, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര തുല്യമാണ് പറയും, അത് പറഞ്ഞോട്ടെ, അതിന് സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതിലൊന്നും ഒരു ക്ലീൻ കൊത്താൻ പോകുന്നില്ല. അത്രയേ ഉള്ളൂ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണൻ ചേരുന്നു. ലാൽകൃഷ്ണൻ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാലായിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിത്വമാണ് സജീവ ചർച്ച. ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ, അതും അദ്ദേഹത്തെ ഒപ്പം ഇരുത്തിക്കൊണ്ട് തന്നെ. പക്ഷേ താൻ സ്ഥാനാർത്ഥിയാകണമോ എന്ന കാര്യത്തിലൊക്കെ, ആര് സ്ഥാനാർത്ഥിയാകണമെന്നൊക്കെ പാർട്ടി തീരുമാനിക്കും എന്ന സംഘടനാപരമായ കാര്യങ്ങളാണ് അപ്പോഴെല്ലാം ഈ ജോസ് കെ മാണി പറഞ്ഞിരുന്നത്, പ്രതികരിച്ചിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ കോട്ടയം പ്രതിനിധി ടോബി ജോൺസണോട് ഇക്കാര്യത്തിൽ റോഷി അഗസ്റ്റിൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ പ്രസ്താവന നേരത്തെ ഈ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയായി പാലായിൽ ഉണ്ടാകും, മത്സരരംഗത്തുണ്ടാകുമെന്ന ആ പ്രസ്താവന താൻ പിൻവലിക്കുന്നു എന്ന കാര്യം. ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു വിശദീകരണം ജോസ് കെ മാണി നടത്തിയിട്ടുമുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു പാർട്ടി ചെയർമാനെ നോക്കുകുത്തിയാക്കി ഇരുത്തിക്കൊണ്ട് ഒരു മന്ത്രി ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ, അവിടെ ആരാകും സ്ഥാനാർത്ഥി, ആ പാർട്ടിക്ക് ഒരു സംസ്ഥാന കമ്മിറ്റിയും അതിൻ്റെ ഘടകങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് റോഷി അഗസ്റ്റിൻ ഈ നിലയിലുള്ള പ്രഖ്യാപനങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് ജോസ് കെ മാണിക്ക് ഒരു പണികൊടുപ്പാണോ എന്ന കാര്യം പോലും പലരും ചിന്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഈ നിലയിലുള്ള വിശദീകരണങ്ങൾ, അത് അങ്ങനെ ഒരു ഭിന്നതയല്ല എന്നൊക്കെ പറയുമ്പോഴും ആ ഭിന്നത അവിടെ ബാക്കിയാവുകയല്ലേ ലാൽകൃഷ്ണൻ? പാലായിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുവരുന്ന ഭിന്നത, ആ ഭിന്നതയിൽ ഇന്നിപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും. റോഷി അഗസ്റ്റിൻ പറഞ്ഞത് പാലായിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകും എന്നത് സംബന്ധിച്ചുള്ള ആ പ്രസ്താവന ആർക്കെങ്കിലും ബുദ്ധിമുട്ട്, ആശയക്കുഴപ്പം ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുന്നു എന്നാണ് 24-നോട് ഇന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. തൻ്റെ ലീഡർ ജോസ് കെ മാണിയാണെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു. പിന്നാലെ ജോസ് കെ മാണി ഇക്കാര്യത്തിൽ 24-നോട് റോഷി അഗസ്റ്റിൻ വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുകയും മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണൻ ചേരുകയാണ്. ലാൽകൃഷ്ണൻ,
ഈ ഭിന്നതയില്ല എന്നൊക്കെ പറയുമ്പോഴും പാർട്ടി ചെയർമാനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആവർത്തിക്കുകയായിരുന്നു പാലായിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോഷി അഗസ്റ്റിൻ. പക്ഷേ സ്ഥാനാർത്ഥിയാകുന്നത് സംബന്ധിച്ച് മനസ്സ് തുറക്കാതെയാണ് ജോസ് കെ മാണി പ്രതികരിക്കുകയും ചെയ്തിരുന്നത്. അത് ആ പാർട്ടിയിൽ ചെറിയൊരു ഭിന്നതയുണ്ട് മന്ത്രിയും ജോസ് കെ മാണിയും തമ്മിൽ എന്ന നിലയിൽ തന്നെ പൊതുസമൂഹത്തിൽ അതൊരു ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ഭിന്നതയില്ല എന്ന് പറയുമ്പോഴും ആ ഭിന്നത അവിടെ ബാക്കി നിൽക്കുകയല്ലേ ലാൽകൃഷ്ണൻ? ദിലീപ് സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സംഭവത്തിൻ്റെ തൊട്ട് പിന്നാലെ പാർട്ടി അണികൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു ഭിന്നിപ്പ് ഉണ്ടായിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ നിലനിൽക്കുമ്പോൾ പാർട്ടിയുടെ മന്ത്രി പാർട്ടി ചെയർമാൻ അങ്ങനെ നിൽക്കുന്ന പാർട്ടി ചെയർമാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൈക്ക് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് പാർട്ടി ചെയർമാൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെ ഒരു മന്ത്രി പ്രഖ്യാപിക്കും എന്നുള്ള ചോദ്യമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകുന്നതിന് വേണ്ടിയിട്ട് റോഷിക്കോ അതോടൊപ്പം തന്നെ ജോസ് കെ മാണിക്കോ സാധിച്ചിരുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ 3-4 ദിവസമായി ഈ വിഷയം നീറിപ്പുകയുന്നുണ്ടായിരുന്നു. ജോസ് കെ മാണിയോട് ഈ ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം അദ്ദേഹം പ്രകോപിതനുമാകുന്നുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ ആറ് തണുക്കുന്നില്ല എന്നത് മാത്രമല്ല, ഈ LDFിൻ്റെ വികസന മുന്നേറ്റ ജാഥ എറണാകുളം ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകുന്നത് ജോസ് കെ മാണിയോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അവരുടെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് എന്ന കാര്യം കൃത്യമായി LDFിൻ്റെയും CPMൻ്റെയും നേതാക്കൾ മനസ്സിലാക്കിയതോടുകൂടിയാണ് ഈ പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം എന്ന രീതിയിലെങ്കിലും റോഷി അഗസ്റ്റിൻ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മുന്നണി വിട്ടു പോകുന്ന വിഷയങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളിൽ പോലും മന്ത്രിയുടെ പ്രതികരണമായിരുന്നു ഏറ്റവും മുൻപിൽ വന്നത്. ജോസ് കെ മാണി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് മുൻപേ തന്നെ റോഷി അഗസ്റ്റിൻ കട്ടൻഡറിയായി കാര്യങ്ങൾ പറയുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അപ്പോൾ ചെയർമാനേക്കാൾ കൂടുതൽ അപ്പർ ഹാൻഡ് എല്ലാ ഘട്ടത്തിലും റോഷി അഗസ്റ്റിൻ നേടുന്നുണ്ട് എന്നൊരു വിവാദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി മുന്നിട്ട് നിന്നു. ആ മുന്നിട്ട് നിന്നതിന് ഒരു തടയിടുക എന്ന ഉദ്ദേശത്തിലാണ് റോഷി അഗസ്റ്റിൻ ഇന്ന് രാവിലെ തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ തൻ്റെ ചെയർമാനാണ് ഇക്കാര്യങ്ങളിൽ നിലപാട് പറയേണ്ടത്, തൻ്റെ ആഗ്രഹം പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. അതേസമയം ജോസ് കെ മാണി പറയുന്നത് തൻ്റെ സഹോദര തുല്യനാണ്, അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, മൈക്ക് തട്ടിപ്പറിച്ചിട്ടില്ല, തൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടല്ലോ മനസ്സിലാവും. പിന്നെ ഈ വിഷയമെല്ലാം ചർച്ചയാക്കുന്നത് ഒരു UDF അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അതാണ് CPP കോമൺ പെയ്ഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് പല വിഷയങ്ങളെടുത്ത് കത്താതെ വരുമ്പോൾ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന ഒരു കുറുക്ക് വഴിയിലേക്കാണ് കേരള കോൺഗ്രസ് അല്ലെങ്കിൽ LDF അതിനെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും പ്രവർത്തകർക്കിടയിൽ ഈ വിഷയത്തിൽ ഒരു അനുനയത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. കെ മാണി ഉണ്ടായിരുന്ന കാലത്ത് പാർട്ടിയുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് കെ മാണി തന്നെയായിരുന്നു. കെ മാണി എടുക്കുന്നതായിരുന്നു പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത്. ആ തീരുമാനം അക്ഷരം പ്രതി അനുസരിക്കുന്നവരായിരുന്നു കേരള കോൺഗ്രസ്സുകാർ. എന്നാൽ കെ മാണിക്ക് ശേഷം മകൻ ജോസ് കെ മാണി ചെയർമാൻഷിപ്പിലേക്ക് എത്തിയതോടുകൂടി കാര്യങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജോസ് കെ മാണി നിലനിൽക്കെ തന്നെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്, പല കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും റോഷി അഗസ്റ്റിനാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ചെയർമാനെയും പാർട്ടിയെയും നിയന്ത്രിക്കുന്നത് പോലും റോഷി അഗസ്റ്റിനാണ് എന്നുള്ളതാണ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വികാരം. അത് പലരും പരസ്യമായും രഹസ്യമായും പറയുന്നുണ്ട്. ഇതിൽ ജോസ് കെ മാണിക്കും കൃത്യമായ അമർഷമുണ്ട്. അത് പാർട്ടി തീരുമാനിക്കുമെന്ന് ഒരു പാർട്ടിയുടെ ലീഡർ പറയുമ്പോൾ അതിന് മുന്നേ തന്നെ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ പാർട്ടിയുടെ മന്ത്രി നിലപാടുകൾ വ്യക്തമാക്കുന്നു എന്നതിൽ പാർട്ടിയുടെ ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിക്കും അമർഷമുണ്ട്. ആ പ്രശ്നം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ആ വിഷയം എത്രയും പെട്ടെന്ന് അമർച്ച ചെയ്യുക, അതിൻ്റെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തിലാണ് റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണവും. അതിനെ അനുനയിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇന്ന് പാർട്ടി ചെയർമാൻ്റെ വാക്കുകളും വന്നിരിക്കുന്നത്. പക്ഷേ ആ പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല. ആ പ്രശ്നത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് റോഷി അഗസ്റ്റിൻ എന്തുകൊണ്ട് പാർട്ടിയിൽ ഇത്ര അപ്രമാദിത്യം വരുന്നു എന്ന ചോദ്യമാണ്. അത് കോട്ടയത്തും ഇടുക്കിയിലുമുള്ള കേരള കോൺഗ്രസ്സുകാരുടെയിൽ സജീവമായി തന്നെ നിലനിൽക്കുന്ന ഒരു വിഷയമായി മാറുകയാണ്. മാത്രമല്ല ഈ വരുന്ന ഇലക്ഷൻ കാലഘട്ടത്തിലും അത് പ്രതിധ്വനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ജോസ് കെ മാണി ഒരു ഘട്ടത്തിൽ ഇപ്പോഴും പറയുന്നില്ല പാലാ സീറ്റിൽ ആര് മത്സരിക്കും, താൻ ഇലക്ഷൻ മത്സരിക്കുമോ എന്ന കാര്യങ്ങളൊന്നും. അദ്ദേഹം രാജ്യസഭ MP കൂടിയാണ്. പക്ഷേ അതിനെ കടന്നു വെച്ചുകൊണ്ട് എന്തുകൊണ്ട് റോഷി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് പ്രവർത്തകർക്കിടയിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.